ഉണ്ടെങ്കിൽ 2021 എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ മേലൊരു അഭിഷേകത്തിന്റെ കൃപ പകരുക, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. കരുണാമയനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്തെ തന്റെ പർദേശയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന മഹാദൈവം ഇന്ന് രാത്രി ദൂതസഞ്ചയവുമായി അങ്ങ് ഞങ്ങളുടെ നടുവിൽ ആഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ വസ്ത്രത്തിന്റെ തൊങ്ങൽ നിന്നൊരു ശക്തി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു വിടുതൽ സംഭവിച്ചതുപോലെ ഇന്ന് പാസ്റ്റനായി പ്രിലിമിനറി ഡേ ഇന്ന് രാത്രി അങ്ങയുടെ അത്ഭുതത്തിൻ വല്ലമായി ഇന്ന് രാത്രി രോഗക്കെട്ടുകളെ അടിച്ചു മാറ്റുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി വേദനയോടെ വന്നവർ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്നവർ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്നവർ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. അങ്ങയുടെ വചനത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി ഉച്ചകട പട്ടണത്തിനകത്ത് മുഴങ്ങുമ്പോൾ ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില പരാജയ ജീവിതക്കാർ യേശുവിനെ കാണുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഇന്ന് രാത്രി യേശുവിലേക്ക് മടങ്ങി വരുക. പാപത്തിന്റെയും നീതിയുടെയും ബോധമുള്ളവർ ആത്മാവിന് സ്ഥിരമായി സുബോധത്തിലേക്ക് നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയെ ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് കൊടുക്കുന്ന രാത്രിയായി മാറട്ടെ. വന്ന കുഞ്ഞുങ്ങൾ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ചർച്ചകളും എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ കുടുംബങ്ങൾ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി പട്ടണം എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. മരുഭൂ പ്രയാണത്തിൽ ഇസ്രായേൽ ജനം അഗ്നിസർപ്പത്തിന്റെ ദംശനമേറ്റ് മരണപ്പെട്ടു വീഴുമ്പോൾ മോശ അവിടെ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇന്ന് രാത്രി വട്ടവിള പട്ടണത്തിനകത്ത് ഉച്ചക്കടയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിന് ഈ കൺവെൻഷന്റെ പ്രഥമ രാത്രി ഉയർത്തുമ്പോൾ ആയിരങ്ങൾ രക്ഷ പ്രാപിക്കുവോ. ഈ കൺവെൻഷൻ ഒരു മുഖാന്തരമായി മാറട്ടെ. മൈറ്റി നെയിം ഓഫ് ജീസസ്. നിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഇന്ന് രാത്രി ദൈവം തൊടണമേ. ഈ ശബ്ദം ഇന്ന് രാത്രി ചെല്ലുന്ന പട്ടണത്തിനകത്ത് അത്ഭുത രോഗശാന്തി ഇന്ന് രാത്രി വിശ്വാസത്താൽ ഓ ഹല്ലേലൂയ നടക്കുന്ന രാത്രിയായി മാറട്ടെ. ഒരു രാത്രി കൂടി തിരുവെഴുത്തുമായി അടിയൻ നിൽക്കുന്നു. അപ്പച്ച, ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഡോക്ടറേറ്റോ ഒന്നോ ഈ കൺവെൻഷൻ ദിനങ്ങളിൽ സഭാദിനങ്ങളിൽ ഉയരണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ നാമം മാത്രം, ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ നാമം മാത്രം, ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ നാമം മാത്രം ഉച്ചക്കട പട്ടണത്തിനകത്ത് ഇന്ന് രാത്രി ഉയരുന്ന രാത്രിയായി മാറട്ടെ. ആദിയോടന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി വിടുതലോടെ മടക്കി വിടും. മകത്വം ഇന്ന് രാത്രി അപ്പച്ചന് കരയേറ്റുന്നു. വരവിനായി ഒരുക്കും പ്രത്യാശയിൽ നിറയ്ക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം ഇന്ന് രാത്രി തൊട്ടുവെച്ചു. എന്നെ ശ്രദ്ധയോടെ ഇരിക്കണം. 3 കാര്യങ്ങൾ ദാനിയേൽ പ്രവചനത്തിൽ കൂടി. സാത്താൻ നിയമത്തെ കയ്യിലെടുക്കും. വയലേറ്റിംഗ് ദ ലാ ആൻഡ് ഓർഡർ. ദ സെക്കൻഡ് വൺ, നിങ്ങളുടെ കണ്ണിൻ മുൻപിൽ കാണുവാനിടയായി കളിക്കാവിളയിൽ IS ടാർജറ്റ് ബൈബിളിനകത്ത്. 3-ാമത്തെ സംഭവം, ഉച്ചക്കട വിട്ടാൽ നമുക്ക് പോകാൻ മറ്റൊരു കടയുണ്ടോ അല്ലെങ്കിൽ ഒരു വീടുണ്ടോ? സയന്റിഫിക്കായി ഇത് പറയുമ്പോൾ ഇന്ന് രാത്രി സന്ദേശം അവസാനിക്കും. ദൈവജനം പ്രാർത്ഥനയോട് ഇതിന്റെ മധ്യഭാഗതിയാകുമ്പോൾ ഞാൻ തന്നെ സമയം കൊടുക്കും, ഒരു പാട്ട് പാടും. നിങ്ങൾ ദയവ് ചെയ്ത്, കുറേ നാളുകളായി നമ്മൾ യോഗത്തിൽ പങ്കെടുത്തിട്ട് പാസ്റ്റർ എന്നോട് പറഞ്ഞത് 10 മണി വരെയെങ്കിലും പോകാമെന്ന. പക്ഷേ ഈ പ്രാവശ്യം 9:30 പോന്നോള്. കുഴപ്പമില്ല, അതുകൊണ്ട് ആരും പോകരുത്. ശ്രദ്ധയോടെ തിരുവെഴുത്ത് 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, പുതിയ നിയമഗ്രന്ഥങ്ങൾ 27, 66 പുസ്തകങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ. പഴയ നിയമത്തോടുള്ള ബന്ധങ്ങളിൽ ഉൽപ്പത്തിയും പുറപ്പാടും ആവർത്തനവും സംഖ്യയും ലേവ്യവും മോശയാൽ രേഖപ്പെടുത്തിയ പഞ്ചഗ്രന്ഥങ്ങൾ, രാജാക്കന്മാരും ന്യായപ്രമാണത്തിന്റെ പുസ്തകങ്ങളും മുൻപോട്ട് വരുമ്പോൾ ഇസ്രായേലിന്റെ ചരിത്രവും സങ്കീർത്തനങ്ങൾ സംഗീതങ്ങളായി മുൻപോട്ട് വരുന്ന കാലഘട്ടത്തിനകത്ത് ഏകദേശം 17 പരം പ്രവചനങ്ങൾ, യുഗാന്ത്യ സംഭവങ്ങളെ പറ്റി തിരുവെഴുത്തിൽ പഴയ നിയമത്തിന്റെ ചുരുളുകൾ. അതിനകത്ത് മേജർ പ്രവചനങ്ങളായി നിൽക്കുന്ന പ്രവചനങ്ങൾ എസെക്കിയേലും യിരെമ്യാവും യെശയ്യാവും ദാനിയേലും. തുലവും ചെറിയ പ്രവചനങ്ങൾ, നഹൂം പ്രവചനം തീർന്നില്ല, യോവേലിന്റെ പ്രവചനം, ആമോസിന്റെ പ്രവചനം, സെഫന്യാവിന്റെ പ്രവചനം, ഇതെല്ലാം തുലവും ചെറിയ പ്രവചനങ്ങൾ. അതിനകത്ത് ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് ദാനിയേൽ പ്രവചനം 2650, യേശുക്രിസ്തുവിന്റെ ജനനത്തിന് BC 2680 യഹൂദ രാജാവായിരുന്ന യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ അന്ത്യത്തിങ്കൽ നെബൂഖദ്നേസർ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ബാബേലിന്റെ പ്രവാസമാ. ഏകദേശം 12 അധ്യായങ്ങൾ, 351 വാക്യങ്ങളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദാനിയേൽ പ്രവചനം. 1 തൊട്ട് വെച്ചുകൊണ്ട് വചനത്തിലേക്ക് അടക്കം. അധ്യായം 1, വാഴ്ചയുടെ 1-ാമത്തെ ആണ്ടിൽ, യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 1-ാമത്തെ ആണ്ടിൽ ബാബേലിന്റെ ചക്രവർത്തിയായ നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ കവർച്ചപ്പടയായി
യാത്രയായി ബാലകന്മാരെ കൊണ്ടുപോകുന്നു. അതിനകത്ത് 4 ശ്രേഷ്ഠമായ കുഞ്ഞുങ്ങളെ വരച്ചു കാണിക്കുന്നു. ശദ്രക്കും മേശക്കും അബേദ്നെഗോഗും ഇറാഖിലെ കൽദയ പട്ടണമായ ഒരു പ്രത്യേക സാഹചര്യത്തിനകത്ത് സൈനിക കോളേജിനകത്ത് സേവനമനുഷ്ഠിക്കുന്ന ദാനിയേലിനെയും കാണിക്കുന്നു. തീർന്നില്ല. അധ്യായം 1 ഇസ്രായേൽ മക്കളുടെ പ്രവാസത്തിനകത്ത് 4 ചെറുപ്പക്കാർക്ക് അവരെ പ്രത്യേക തരത്തിൽ പാർപ്പിക്കുന്ന അധ്യായം 1. രണ്ടാമത്തെ അധ്യായം പ്രത്യേക തരത്തിലുള്ള അധ്യായം. അതാണ് ഏറ്റവും നിർണായകം. നെബൂഖദ്നേസർ രാജാവ് അരയന്നങ്ങളുടെ തൂവലുകൾ കൊണ്ട് പള്ളിമത്തയ്ക്കകത്തുണ്ടാക്കി. അദ്ദേഹത്തിന്റെ ഭാര്യയായ മേദ്യക്കാരി നല്ല ആടുന്ന പൂങ്കാവനം അന്തരീക്ഷത്തിനകത്തുണ്ടാക്കി. ലോകത്തിലെ സപ്താത്ഭുതങ്ങൾ നിർമ്മിച്ച വ്യക്തി രാത്രിയിൽ ഒരു സ്വപ്നം കാണുന്നു. സ്വപ്നത്തിന്റെ ആവർത്തനം ആർക്കും കൊടുക്കാതെ ഇരിക്കുമ്പോൾ എല്ലാ ഭരണാധികാരികളും അന്വേഷിച്ചു ഒരാൾക്ക് ഇത് വെളിപ്പെടുത്തുവാൻ കഴിയുമോ? ജനവാസമില്ലാത്ത ആരെങ്കിലും ബാബേലിലുണ്ടോ? അവന് നിന്റെ സ്വപ്നത്തെ വെളിപ്പെടുത്തുവാൻ കഴിയും. ഇന്ന് രാത്രി പത്മോസിന്റെ ഏകാന്തതയിൽ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ യോഹന്നാന് വേണ്ടി സ്വർഗം തുറന്നതുപോലെ പഴയ നിയമത്തിന്റെ 27 ദാനിയേൽ, പുതിയ നിയമത്തിന്റെ 27 വെളിപ്പാട്. ശ്രദ്ധയോടെ ഇരിക്കണമേ. ആർക്കും ഈ സ്വപ്നം വെളിപ്പെടുത്താൻ കഴിയാതെ ഇരിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? എല്ലാവരും ചോദിച്ചു. കൽദയരും മന്ത്രവാദികളും തന്ത്രവാദികളും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ആർക്കിതിനെ വെളിപ്പെടുത്താൻ കഴിയും? അവിടുത്തെ ഇറാഖിലെ മന്ത്രവാദികൾ പറഞ്ഞ ഒരു കാര്യമാണ് ഉള്ളത്. എന്താണെന്നറിയാമോ? ജഡവാസമില്ലാത്ത ആരെങ്കിലും ബാബേലിലുണ്ടോ? അവന് നിന്റെ സ്വപ്നത്തെ വെളിപ്പെടുത്തുവാൻ കഴിയും. 1498 കിലോമീറ്റർ ഇറാഖും ഇസ്രായേലും. അവിടെ നിന്ന് ബാബേൽ പ്രവാസത്തിനകത്ത് പിടിച്ചുകൊണ്ടുവന്ന് ബാബേൽ സൈനിക കോളേജിനകത്ത് പട്ടിണിക്കഞ്ഞിയും കുടിച്ചൊരുത്തൻ പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം പ്രാർത്ഥനയുടെ നടുവിൽ ഇറങ്ങി വന്നു. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം എൻ്റെ കർത്താവിന് വേണ്ട, PhD വേണ്ട, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരുന്നപ്പോൾ ദാനിയേലിരിക്കുന്ന സൈനിക കോളേജിനകത്ത് ഇറാഖിലെ രാജാവിന്റെ വാഹനമെത്തിയെങ്കിൽ ഇന്ന് രാത്രി നീ വിശ്വാസത്തോടെ സഹോദരി പറയണം, നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. കറുത്ത പുസ്തകമെടുത്ത് അന്യഭാഷ തുത്തുരു പറഞ്ഞത് നാട്ടുകാർ പരാതി പറയുമ്പോൾ പറയണം, നിന്റെ അന്യഭാഷയ്ക്കകത്ത് നിന്നെ വിടുതലോടെ രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് കൊണ്ടു നിർത്തുവാൻ ഇന്ന് രാത്രി ചില കെട്ടുകളെ പരിശുദ്ധാത്മാവ് അടിക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ ആരാധനയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ മിനിസ്ട്രിക്കെതിരെ ആരൊക്കെ കുറ്റം പറഞ്ഞാലും ഇന്ന് രാത്രി പറയണം, ഞാൻ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച രാജാക്കന്മാരുടെ കൊട്ടാരത്തിനകത്ത് എന്നെ കൊണ്ടിരുത്തുവോ. എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി നീ പരാജയത്തോടെ പോകട്ടെ. ഹല്ലേലൂയ. കോവിഡ് ഒരു ഭാഗത്ത് അടിക്കുമ്പോൾ നീ ആത്മാവിൽ ഉണർന്ന് ഇന്ന് രാത്രി മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ദാനിയേലിനെ ഉയർത്തുവാൻ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി എന്നും അടിമ വീട്ടിനകത്ത് കിടക്കാനല്ല ഉച്ചക്കടയിൽ നിന്നെ വിളിച്ചത്. നിന്റെ പരാജയങ്ങളുടെ നടുവിൽ രാജാക്കന്മാരുടെ അന്തപുരത്തിനകത്ത് അവന്റെ ദർശനത്തെ വെളിപ്പെടുത്തുവോ. ദാനിയേലിന്റെ പിൻപിൽ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. പ്രാർത്ഥിക്കുന്ന ദൈവവൈതല് ഇന്ന് രാത്രി അവന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരുന്ന് നിന്റെ തക്ക സമയത്ത് ഉയർത്തുക. ദാനിയേലിന്റെ പിൻപിൽ ഒരു കരമിറങ്ങിയെങ്കിൽ, യോസഫിന്റെ പിൻപിൽ ഒരു കരമിറങ്ങിയെങ്കിൽ, മോവാബ് കുടുംബത്തിനകത്ത് കണ്ണുനീരോടെ എഴുന്നേറ്റ രൂത്തിന്റെ പിൻപിൽ ഒരു കരമിറങ്ങിയെന്നെങ്കിൽ ഇന്ന് ആദ്യ രാത്രി പറയണം, ആ കരം തളർന്ന കരമല്ല, എന്നെ ഉയർത്തുന്ന കരമാ. വിശ്വസിക്കുന്നവരിലേക്ക് ഇന്ന് രാത്രി ഒരു ദൈവദാസൻ നിന്റെ തലയിൽ വന്ന് ദൂത് പറയുന്നതല്ല. ഇന്ന് രാത്രി അഭിഷേകത്തോടെ ഗ്രൗണ്ടിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ബന്ധനങ്ങളെ അറുത്തു മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എന്ന് സഹോദര, പട്ടിണി കഞ്ഞി കുടിച്ച് അപവാദം കേട്ട് കിടക്കാനല്ല ഈ പുസ്തകവുമായിട്ട് നീ ഇറങ്ങിയത്. നിന്റെ തലമുറകളെ മാനിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. കൊട്ടാരത്തിനകത്ത് ദാനിയേലിനെ കൊണ്ടുപോയി ദർശനം കൊടുത്ത് വിവരണം കൊടുത്താൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ഭാവിയെ മാറ്റിമറിക്കുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. 3 ദുരാശു സമഭൂമിയിൽ ഉണ്ടാക്കിയ ബിംബം. 3 ചെറുപ്പക്കാർ ബിംബത്തെ വണങ്ങാതിരുന്നപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി ദൂതൻ അവരെ വെടിപ്പിച്ചു. 4-ാമത്തെ അധ്യായങ്ങൾ വരുമ്പോൾ തീച്ചൂളയിൽ വെളിപ്പെടുന്ന ദൈവം. 4-ാമത്തെ അധ്യായം നെബൂഖദ്നേസറിനെ കാട്ടിലേക്ക് വെട്ടിക്കളയുന്നു. 5-ാമത്തെ അധ്യായം സിംഹങ്ങളുടെ കുഴിയിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് ദാനിയേലിനെ വിടുവിക്കുന്നു. 6-ാമത്തെ അധ്യായം ഇറാഖിന്റെ ഏകാധിപതിയായ നെബൂഖദ്നേസറിന്റെ മകനായ ബേൽഷസറിനെ തകർത്തു. മേനെ തെക്കേ ഓർഫസിൽ തൊടുന്നില്ല. അധ്യായം 7 ഏതാണെന്നറിയാമോ? മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ ഉലകത്തെ ഭരിക്കുവാൻ. അധ്യായം 8 എതിർക്കസു എന്ന ഏകലോക ഭരണം ലോകത്തെ പിടിക്കുവാൻ വരുന്നു. അധ്യായം 9 ഇസ്രയേലിനോടുള്ള ആഴ്ചവട്ടം, യോബേൽ സംവത്സരം 70 ആഴ്ചവട്ടം. അധ്യായം 10 തെക്കേ ദേശം, വടക്കേ ദേശം, ഇന്നത്തെ തുർക്കി, ലബനോൻ, സിറിയ, ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് അധ്യായം 10. 11 ദാനിയേലിന്റെ പ്രാർത്ഥന
ആകാശശക്തികൾ തടഞ്ഞു വെച്ചപ്പോൾ മീഖായേലിന്റെ സാന്നിധ്യത്തിൽ അത് വെട്ടിമാറ്റി ഭക്തന്റെ പ്രാർത്ഥന കരങ്ങളിൽ കൊടുത്തു. 12 കർത്താവിന്റെ വേല ചെയ്ത ദൈവകുഞ്ഞുങ്ങളോട് സ്വർഗം പറയുന്ന പ്രത്യാശ. എന്താ പ്രത്യാശ എന്നറിയാമോ? ദാനിയേലേ, കാലാന്തരത്തിൽ നിന്റെ ഓഹരി പ്രാപിക്കേണ്ടതിന് നീ എഴുന്നേറ്റ് വരിക. വിശ്വസ്തയോടെ ദൈവിക ജീവിതം നയിച്ച ദൈവമക്കൾക്കുള്ള പ്രത്യാശ. നീ തത്സമയം വിശ്രമത്തിലേക്ക് കടന്നു പോവുക. കാലാന്തരത്തിൽ നിന്റെ ഓഹരി പ്രാപിക്കേണ്ടതിന് നീ എഴുന്നേറ്റ് വരിക. 12 അധ്യായങ്ങളിൽ ഇന്ന് രാത്രി തൊട്ടുവച്ചത് 8-ാം അധ്യായം. ഇത് ഓരോ അധ്യായം പ്രസംഗിച്ചാൽ ഓരോ ദിവസം പ്രസംഗിക്കാൻ തൊടുന്നില്ല, നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് ദാനിയേൽ 8, 23, 24, 25 അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും, അവന്റെ അധികാരം വലുതായിരിക്കും. ദാനിയേൽ 7 വായിപ്പിക്കുന്നില്ല, അതിന്റെ എൻഡ് വായിപ്പിക്കാം. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. ശ്രദ്ധയോടെ ഇരിക്കണേ. മഹാസമുദ്ര ജനം 4 കാറ്റുകൾ. അതിൽ 1-ാമത്തെ കാറ്റ് ബാബേൽ, ഇറാഖിന്റെ ചക്രവർത്തിയ നെബൂഖദ്നേസർ, തലതങ്കം. തീർന്നില്ല. 2 നെബൂഖദ്നേസർ മാറുന്നു. 2-ാമത്തെ ഭരണം വരുന്നു മേദ്യ പാർസിയ. ആ മേദ്യ പാർസിയ 2-ാമത്തെ കാറ്റ്. 1-ാമത്തത് കഴുകനും സിംഹമുഖം, 2-ാമത്തത് കഴുകൻ ചിറക് പോലെ വരുന്ന മേദ്യ പാർസിയ. ദാര്യാവേശം കോരശും 2 അത് പോയി. 3-ാമത്തെ ഭരണം ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകുന്നുള്ള ബൈബിളിന്റെ പ്രവചനമായി പറഞ്ഞു വരുന്നത് കാര്യം പറയുമ്പോൾ പിടികിട്ട്. 3-ാമത്തെ ഭരണം ഗ്രേറ്റ് അലക്സാണ്ടർ ചക്രവർത്തി. ഒരു മനുഷ്യന്റെ ബിംബത്തെ നെബൂഖദ്നേസർ സ്വപ്നം കാണുന്നത്. തല തങ്കം, നെഞ്ചും കൈയും വെള്ളി, അരഭാഗം താമ്രം, കാലിന്റെ തൊട ഇരുമ്പ്. തീർന്നില്ല. അതിന് തുടയ്ക്ക് ശേഷമുള്ള ഇരുമ്പും കളിമണ്ണും, 10 വിരലുകൾ 10 കൊമ്പിലേക്ക്. പ്രവചനം മുഴുവൻ ശ്രദ്ധയോടെ. നെബൂഖദ്നേസർ തകർന്നു. ബേൽഷസ്സറിനെ വെട്ടിമാറ്റിക്കൊണ്ട്, താമ്ര കഥകളെ വെട്ടിമാറ്റി, ഇരുമ്പോടാമ്പലുകളെ തകർത്തുകൊണ്ട്, മേദ്യയുടെയും പാർശ്വയുടെയും ശക്തികൾ ബാബേലിനെ തകർത്തുകൊണ്ട് 2-ാമത്തെ സാമ്രാജ്യം ഇറാന്റെ നേതൃത്വത്തിൽ മേദ്യ പാർശ്യ സാമ്രാജ്യം, അതിനെ വെട്ടിമാറ്റിക്കൊണ്ട് ഒരുവൻ വന്നു. അവന്റെ പേര് ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ, ഗ്രീസിലെ ഭരണാധികാരി അലക്സാണ്ടർ. അവന് 4 കഴുകൻ ചിറകുകൾ ഉണ്ടായിരുന്നു. അതിന്റെ പേര് കസാന്തിസ്, സെലിക്കോസ്, ടോളമി. 4 പേര്. ക്യാപ്റ്റൻ കസാന്തിസും സെലൂക്കസും പ്ലനിയും ടോളമിയും 4 ഭരണാധികാരികൾ. അലക്സാണ്ടറും പോയി. 4-ാമതൊരു ഭരണം വന്നു. അവന്റെ പേര് ഇരുമ്പ് ഭരണം, കാലിന്റെ തൊട. അതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. 1947 ഓഗസ്റ്റ് മാസം 15 വരെ പാശ്ചാത്യ റോമും പൗരസ്ത്യ റോമുമായി ഭരിച്ചുകൊണ്ടിരുന്നു. ആ 4-ാമത്തെ ഭരണവും പോയി. 5-ാമത് ഇരുമ്പും കളിമണ്ണും. അതിന്റെ പേര് ജനാധിപത്യം. ഇന്നത്തെ ഭരണം. നമ്പർ 1 ബാബേൽ, തലതങ്കം. 2 നെഞ്ചും കൈയും വെള്ളി, മേദ്യ പാർസ്യ. തീർന്നില്ല. അരഭാഗം താമ്രം, ഗ്രേറ്റ് അലക്സാണ്ടർ. 4 ഏറ്റവും നിർണായകം, അതിന്റെ പേര് ദ ഗ്രേറ്റ് ബ്രിട്ടൻ. ഗ്രേറ്റ് ബ്രിട്ടൻ പറഞ്ഞപ്പോൾ 2 മിനിറ്റ് കടമെടുത്താലും പറയാം. ഈ ഗ്രേറ്റ് ബ്രിട്ടനിലെ ചക്രവർത്തിമാർ ക്രൂരന്മാരാ. ഇന്ന് പാസ്റ്റർ തൊട്ട് വെച്ചതുപോലെ ഗ്രേറ്റ് ഡൊമിനേഷൻ, ദ മോസ്റ്റ് പവർഫുൾ എംപയർ, അഥവാ ഏറ്റവും നല്ല ഭയങ്കര മൂർച്ചയേറിയ ഒരു ചക്രവർത്തിയാണ്. അതുപോലെ കുറെ ചക്രവർത്തിമാരുണ്ടായിരുന്നു. അതിലൊരു ചക്രവർത്തി ബ്രിട്ടന്റെ ഭരണം നടക്കുമ്പോൾ ഈ ആദ്യത്തെ ഭൂഗർഭത്തിലെ തിയേറ്റർ, ഭൂമിക്കടി തിയേറ്റർ, സിനിമാ നടൻ ദിലീപല്ല, കൊലോസിയം കാറ്റക്കൊമ്പ് തിയേറ്റർ. ഇപ്പോൾ ദൈവാത്മാവ് ഓർമ്മ തരിക. അന്ന് രാത്രി നൈറ്റ് പാർട്ടി നടക്കും. നമ്മുടെ ഈ ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ രാത്രി ഇങ്ങനെ ചാടുന്ന പാർട്ടി ഉണ്ടല്ലോ, സ്വോത്രം. ഇതെല്ലാം ഇറാഖിൽ നിന്ന് വന്നതാ കേട്ടോ മാമ. സ്വോത്രം രഞ്ജിനിയൊന്നും കൊണ്ടുവന്നതല്ല. ഇപ്പൊ സമയമല്ല പറയാ. അന്ന് രാത്രി ഈ നേതാക്കന്മാരും ഭരണാധികാരികളും ഭരണചക്രം നിയന്ത്രിക്കുന്നവരും അടിയിൽ നല്ല പാട്ട് നടക്കും, നല്ല കൂത്ത് നടക്കും. ആ സമയത്ത് വചനം പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കേൾക്കണേ കാര്യം. വചനം പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കൊണ്ടുവന്ന് റാമ്പിന്റെ നടുവിൽ സർക്കസ് പോലെ നിർത്തും. വന്യമൃഗങ്ങളെ തുറന്നു വിടും. ഈ മൃഗങ്ങൾ ഏറ്റവും ഭക്ഷണത്തിന് പ്രിയമായി നിൽക്കുന്ന മൃഗങ്ങളെ തുറന്നു വിടുമ്പോൾ ഈ കയറ് കെട്ടി വെച്ചിരിക്കുന്ന ഉപദേശിയെ കടിച്ച് തിന്നും. ഇത് കാണുമ്പോൾ ഭരണാധികാരികൾ കൈയടിക്കും. മകനെ, മകളെ, നമ്മുടെ കരങ്ങളിൽ ഈ തിരുവെടുത്തൊന്നെത്താനേ എത്ര രാത്രികൾ വേട്ടക്കാരന്റെ കെണിയിൽ നിൽക്കുന്ന മൃഗങ്ങളുടെ മുൻപിൽ എത്രയോ ഉപദേശിമാര് തീർന്നതാ. നിന്റെ കയ്യിലും എൻ്റെ കയ്യിലും ഈ വചനം എത്തുവാൻ എത്ര ഉപദേശിമാരെ മരത്തിന്റെ ചില്ലക്കകത്ത് 2 കാലുകൾ കെട്ടിയിട്ടിട്ട് റോമിന്റെ ചക്രവർത്തിമാർ 2 വടം വെച്ച് വലിക്കുമ്പോൾ നടുഭാഗം കീറി ശ്വാസം മുട്ടി മരിച്ചതാ. അനേകം പേരുടെ ജീവൻ കൊടുത്തതിന് ശേഷമാ ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ ഈ പുസ്തകം വന്നത്. ഈ LMSന്റെ ഇതിനകത്ത് ഇരിപ്പുണ്ട്, ഈ ലൈബ്രറിയിൽ ഇരിപ്പുണ്ട്, സാക്രിഫൈസ് ഓഫ് മിഷണറീസ്. അതിലൊരു
കഥ വായിച്ചിട്ട് ഞാൻ മരിച്ചു നല്ലതുപോലെ കരഞ്ഞുപോയി. കേൾക്കണോ? ഒരു ചെറുപ്പക്കാരൻ പയ്യ 23 വയസ്സുള്ളത്, അവൻ യേശുവിനെ രക്ഷിതാവായി കണ്ടു. അവനെ ഈ ഭരണകൂടം പിടിച്ചു 3 വർഷം കഴിഞ്ഞു. 23ാമത്തെ വയസ്സിൽ രാത്രിയിൽ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഈ കൊച്ചു മോനെ കൊണ്ടു നിർത്തി, വന്യമൃഗങ്ങളെ കൂട്ടിനകത്ത് നിർത്തി. ചെറുപ്പക്കാരൻ ചക്രവർത്തി ചോദിച്ചു, യു വിൽ അക്സെപ്റ്റ് യുവർ ജീസസ്, നിന്റെ യേശുവിനെ നീ രക്ഷിതാവായി സ്വീകരിക്കുന്നു? ഈ മോന്റെ കയ്യിൽ ബൈബിളുണ്ട്. അവനെ ഞാൻ റാമ്പിന്റെ നടുവിൽ കെട്ടിയിരിക്കുക. അവൻ പറഞ്ഞു, ഐ വിൽ അക്സെപ്റ്റ് മൈ ജീസസ്, എന്റെ കർത്താവ് എന്റെ രക്ഷിതാവാ. സ്വോത്രം. അപ്പോൾ രാത്രി 12 മണിക്ക് ചോദിച്ചു, വെയർ ഈസ് യുവർ കാർപ്പന്റർ, നിന്റെ ആശാരി എവിടാന്ന്? ബ്രിട്ടൻകാരൻ വിചാരിച്ചിരിക്കുന്ന യേശു ആശാരിയാണ് മോൻ. അത് സ്വോത്രം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒറ്റ നാവിൽ പറഞ്ഞു, മൈ കാർപ്പന്റർ ഈസ് ബിസി. സ്വോത്രം. ഈ അപ്പം ചക്രവർത്തി ചോദിച്ചു, വൈ യുവർ കാർപ്പന്റർ ഈസ് നൗ 12 o'clock ബിസി, രാത്രി 12 മണിക്ക് നിന്റെ ആശാരി എന്തോ ബിസി എന്ന്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതാ, മൈ കാർപ്പന്റർ ഈസ് മേക്കിംഗ് ഫോർ എ ഹോം ഫോർ യു, മേക്കിംഗ് എ ഹോം ഫോർ മീ, എനിക്ക് വേണ്ടി ഇന്ന് രാത്രി എന്റെ ആശാരി മധ്യാകാശത്തെ ഒരു വീട് പണിഞ്ഞുകൊണ്ടിരിക്കുക. സ്വോത്രം. രാജാവ് ഞെട്ടിപ്പോയി. തിരിച്ച് വീണ്ടും പറഞ്ഞൊരു കാര്യമുണ്ട്, മൈ കാർപ്പന്റർ ഈസ് ആൾസോ മേക്കിംഗ് എ കോഫിൻ ഫോർ യു, നിനക്കൊരു ശവപ്പെട്ടി എന്റെ ആശാരി പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വോത്രം. ആ വന്യമൃഗത്തെ തുറന്നു വിട്ട് ആ ചെറുപ്പക്കാരന്റെ ജീവൻ പോകുമ്പോൾ അവൻ നിലവിളിച്ചൊരു കാര്യമുണ്ട്, മാറാനാഥ യേശുവേ വരണമേ. ഇന്ന് രാത്രി കോവിഡ് അടിച്ചാലും കൊറോണ അടിച്ചാലും വചനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവമക്കളെ, ഹല്ലേലൂയ, മരണം മുൻപിൽ കാണുമ്പോൾ ആത്മീയം തകരത്തില്ല. മണ്ണാകുന്ന ശരീരം മണ്ണിനകത്ത് കെട്ടാൽ അതിന്റെ നടുവിൽ ഒടുവിലത്ത ഗംഭീരനാദത്തിൽ ഉയർപ്പിക്കുക. കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അവൻ ഞങ്ങളെ മാടി വിളിക്കുന്ന സുദിന വിദൂരമല്ല. ആ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് 1ാമത് രാത്രി ഇറങ്ങുന്ന രാത്രിയായി മാറട്ടെ. വിശ്വസിക്കുന്നവരിലേക്ക് ഇന്ന് രാത്രി അത്യന്ത ശക്തി വ്യാപരിക്കുന്ന രാത്രിയാകട്ടെ. ഇന്ന് രാത്രി സഹോദരൻ, നിന്റെ വായിൽ നിന്റെ കുടുംബത്തിന്റെ വിടുതൽ വെച്ചിട്ടുണ്ട്. സഹോദരി, നിന്റെ ദേശത്തിന്റെ താക്കോൽ, വിടുതലിന്റെ താക്കോൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവദാസന്മാരെ, ഈ കോവിഡ് കാലത്ത് ഒരു സ്ഥലത്ത് വൈറസ് അടിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ ഉണരുക. ആത്മാക്കൾക്ക് വേണ്ടി വാഞ്ചിക്കുക. ദേശങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാം. തീർന്നില്ല. രാജാധിപത്യ തലതങ്കം നെഞ്ചിക്കയും വെള്ളിയും അരഭാഗം താമ്രവും. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ജനാധിപത്യം. ഈ ജനാധിപത്യ ഇരുമ്പും കളിമണ്ണും വന്നാലേ രണ്ടും ചേരത്തില്ല. അതുകൊണ്ട് ഈ മന്ത്രിസഭകളെ അട്ടിമറിക്കുന്നത് കണ്ടിട്ടില്ലേ? തമിഴ്നാട്ടിൽ MLA ചാക്കിടുന്നു, MP ചാക്കിടുന്നു, ഗുജറാത്തിലെ ആൾക്കാരെ ചട്ടിക്കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ കൊണ്ടുവന്ന്. ഇതാ ജനാധിപത്യ ഭരണം. തീർന്നില്ല. അത് കഴിഞ്ഞാൽ വരാൻ പോകുന്നു 10 കൊമ്പുമായി ഒരുവൻ ഭരണത്തിൽ വയ്ക്കാം. തല തങ്കം, നെഞ്ചും കൈ വെള്ളി, അരഭാഗം താമ്രം, കാലിന്റെ തുട ഇരുമ്പ്. 4, 5 കഴിഞ്ഞാൽ ഇരുമ്പും കളിമണ്ണും. 6ാമത് 10 കൊമ്പിൽ ഒരുവൻ വരുന്നു. വായിക്കാം മോളെ. ദാനിയേൽ 7-8 വാക്യങ്ങൾ വായിച്ചാട്ടെ. ദാനിയേൽ 7-8 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4ാമതൊരു മൃഗത്തെ കണ്ടു. യവന്മാരെല്ലാം പോയി ഒരു മൃഗം വരുന്നു. അടുത്തത് അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു. ഉലകത്തെ മുഴുവൻ പിടിക്കുവാൻ വൺ വേ വേൾഡ് ഓർഡർ. അടുത്തത് വായിക്കാം. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. കോവിഡ് കാലത്ത് അമേരിക്ക മുതൽ ഇന്ത്യ വരെയുള്ള ഭരണാധികാരികൾ കുലുങ്ങുമ്പോൾ ഇതിന്റെ അന്ത്യത്തിൽ ഉലകം തീരുന്നതിന്റെ അന്ത്യകാല ലക്ഷണമായി കോവിഡ്. ബാക്കി നാളെ ഞാൻ പറയാം. യവനെല്ലാം ഈ ആന്റി ക്രൈസ്റ്റ് ചവിട്ടും. അതുകൊണ്ടായി 12 സംഭവം തൊട്ടുവെച്ചത് അവന്റെ അധികാരം. അടുത്തത് മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വച്ച് ലോകം ഭരിച്ച ഒത്തിരി ഭരണാധികാരികളുണ്ട്. ഹിറ്റ്ലറും മുസോളിനി എത്രയോ ഭരണാധികാരികളുണ്ട്. അവരെക്കാൾ അടുത്ത വാക്യം വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. കണ്ടോ? 10 കൊമ്പുള്ള റോമിലേക്ക് ഇത് എത്താൻ 10 കൊമ്പുണ്ടായിരുന്നു. അടുത്തത് ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിന്റെ പേര് വായിക്കാം. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. രാജാധിപത്യം, ജനാധിപത്യം, ഏകാധിപത്യം 3നെയും വെട്ടും. മലയാളം ബൈബിൾ എത്ര പേരെ ഉണ്ട് സഹോദരി? നാളെ നാട്ടുകാരോട് പറയണത് 3 കൊമ്പ് വീട്ടിയിരിക്കുന്ന ചെമ്മരിയാടിന്റെ കൊമ്പല്ല, ഭരണത്തിന്റെ 3 കൊമ്പ്. 1 രാജാധിപത്യം, 2 ജനാധിപത്യം, 3 ഏകാധിപത്യം. ഏകാധിപത്യം വരുന്നുണ്ടല്ലോ. മോഡി സാർ ഇപ്പൊ പറയുന്നത് എന്തോ? മിക്കവാറും ഞാൻ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എപ്പോഴും ഏകാധിപത്യം. വ്ളാഡിമിർ പുടിൻ 2035 വരെ പറയുന്ന ഞാൻ ഏകാധിപതിയാന്ന്. സ്വോത്രം. പിന്നെ ട്രംപ് പിടിക്കാൻ നോക്കിയതാ, പക്ഷെ വചന നിവൃത്തിയായതുകൊണ്ട് ട്രംപിന്റെ കസേര മാറ്റിയതാ. സ്വോത്രം. അതുപോലെ ചൈനയിലെ ഷീ ജിൻപിങ്, കേൾക്കണം ബൈബിളും ചരിത്രവും.
എനിക്ക് സമയം 8-10 രാത്രി എന്നാലും തീരത്തില്ല. ചൈനയിലെ ഷീ ജിൻപിങ് പറയുന്ന മരിക്കുന്നവരെ ഞാൻ അവിടുത്തെ പ്രധാനമന്ത്രി തീർന്നില്ല. കൊറിയക്കാരെ ആരവനോട് പറഞ്ഞാലും വെടിവെക്കാൻ നിൽക്കുക, എന്നോടൊന്നും മിണ്ടരുത്. ഏകാധിപതി സ്വത്രം. അന്ത്യകാലത്ത് രാഷ്ട്രീയക്കാർ ചർച്ചയിൽ പറയുന്ന ഏകാധിപതികളാ കുഞ്ഞെ ഇതും കാണുന്നത്. രാജാധിപത്യം പോ, ജനാധിപത്യം പോ, ഏകാധിപത്യം തകരുമ്പോൾ 12-ൽ 1 കേട്ടോണേ. 2009 യുണൈറ്റഡ് നേഷൻസ് ലോകം എഴുതി കൊടുത്തു, ഒരാളെ കിട്ടിയാൽ കൊള്ളാം. 94 തൊട്ട് അവൻ വന്നു. അതിൽ 12 രാജ്യങ്ങൾ മെയിൻ: ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ഇതിന്റെ പേരാ EU. മൊബൈലിൽ നോക്കണം ചിന്നമ്മാമേ. ചന്ദനമഴ കാണാതെ യൂറോപ്യൻ യൂണിയൻ എന്ന് ഗൂഗിൾ എന്ന് പറയുന്ന നല്ല അങ്കിളിനോട് ചോദിച്ചാൽ ഈ 12 എണ്ണത്തിനെയും കാണിച്ചു തരും. സ്വത്രം. തീർന്നില്ല. അതിൽ 12-ൽ 1 ദൈവം വെട്ടി. അവന്റെ പേര് ബ്രിട്ടൻ. അത് കണ്ടോ? ഇന്ന് മലയാളി നേഴ്സുമാർ സ്വത്രം പഠിക്കുന്ന പെൺപിള്ളേരുണ്ടോ? ബ്രിട്ടനിലേക്ക് പോകാം. 3.5 ലക്ഷം ബ്രിട്ടനെ വെട്ടി. പൂവാറിൽ നിന്ന് മേടിച്ചുകൊണ്ടുവരുന്ന നല്ല ചൂര ശോശാമ സിസ്റ്റർ വാല് വെട്ടുന്ന പോലെ സ്വർഗം വെട്ടി പടിയടച്ച് ബ്രിട്ടൻ. ഇതിന്റെ പേരാ ബ്രെക്സിറ്റ്. സ്വത്രം. ഇതൊക്കെ ഈ ടെലിവിഷനിൽ അളകനന്ദ ഏഷ്യാനെറ്റ് ഒരു പെങ്കൊച്ചുണ്ട്, ലോകജാലം പറയുമ്പോ കേൾക്കണം. അന്നേരം അമ്മാമ കറുത്തമുത്ത് കണ്ടുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവ് മുഖം കറുത്തു പോകും. സ്വത്രം. കണ്ടില്ലേ? അങ്ങനെയെങ്കിൽ ഇതെല്ലാം ബൈബിൾ. ഇതിന്റെ പേരാ 10 കൊമ്പ് 7 തല. ഇറാഖിന്റെ വടക്കേറ്റം പോയി യൂഫ്രട്ടീസ്. ഇറ്റലിയുടെ വടക്കേറ്റത്ത് ഒരു നദി ടൈബർ. അതിന്റെ അടുത്ത് 7 മലയുണ്ട്: ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. 10 കൊമ്പ് 7 തല. അതിന്റെ 7 മല നിൽക്കുന്ന നമ്മുടെ അച്ചായനാ അടുത്ത ദിവസം ഇറാഖിൽ പോകുന്നത് മഗദിയാം, ബാബിലോൺ. തീരാൻ പോവാ കോവിഡ് കാലത്ത്. അതുകൊണ്ട് ഈ സബ്ജക്ട് ദാനിയേൽ ഞാൻ തന്നെ എടുത്തത്. പത്രോസ് എടുത്തില്ല, മത്തായി എടുത്തില്ല. അങ്ങനെയെങ്കിൽ ദാ എഴുന്നേൽക്കാൻ പോകുന്നു 12-ൽ 10 കൊമ്പ്. 11 ഈ ബ്രിട്ടനെ വെട്ടി ഒരുത്തനോട് ഇനി മതിലയാടാൻ നിൽക്കുക. അവൻ മതിൽ ചാടുന്നതിന്റെ അന്ന് രാത്രി എന്റെ പ്രിയൻ വാനവേഗത്തിൽ വരും. സ്വത്രം. അങ്ങനെ ഒരാൾ വരുവോ കോവിഡ് കാലത്ത്? കോവിഡ് കാലത്ത് വരുമോ? ഇന്ന് രാത്രി സന്ദേശം കേട്ടോണ്ട് എഴുന്നേൽക്കാവൂ. വായിക്കാം മോളെ. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരാൾ വരും? വായിക്കാം. മത്തായി 24, 32, 33, 34. വായിക്കാം. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 32, 33, 34. ദാനിയേൽ റിവേഴ്സ് ടു മാത്യു ചാപ്റ്റർ 24, 32, 33, 34. വായിച്ചാട്ട് കുഞ്ഞാ കേക്കട്ടെ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. ഇസ്രായേൽ തളിർക്കുക. റഫാല് വന്നില്ലേ? എല്ലാ ദിവസവും വരാമെങ്കിൽ എത്രയും പറയാം. ഇസ്രായേലിന്റെ ആ റഫാല് ഹരിയാന അംബാല വിമാനത്താവളത്തിൽ കിടക്കുന്നത്. CSIക്കാർ ആരും ഇല്ലയോ? അച്ഛൻ പ്രാർത്ഥിച്ച കണ്ടില്ലേ? വെള്ളം കുടഞ്ഞ് യഹോവ എന്റെ ഇടയനാകുന്നു. കാണണം ഇടയ്ക്ക്. ഈ മൊബൈൽ നിങ്ങൾ കളിച്ചു തുടങ്ങിയാലേ കുഴപ്പമായി പോയത്. റഫാൽ വന്ന വാർത്തയൊക്കെ ഈ ദൂരദർശൻ കാണിച്ചു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. ഇന്ന് രാത്രി പറയുമ്പോ അറിയാം. അടുത്തത് വായിക്കാം. അതിന്റെ കൊമ്പ് ഇളതായി. ഇല തളിർക്കുമ്പോൾ 400 റഡാറ ആളില്ലാത്ത ഡ്രോണാ ഇന്ത്യക്ക് കൊടുക്കാൻ പോകുന്ന ഇസ്രായേൽ. അതുകൊണ്ടാ നരേന്ദ്രമോദി സാർ പറഞ്ഞത് ചൈനക്കാരൻ മര്യാദയ്ക്ക് മാറിക്കും, നിന്റെ നെഞ്ചത്തടി വരാൻ പോവോ. സ്വത്രം. കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ആഴ്ച ടെലിവിഷൻ കണ്ടില്ലേ? പാങ്കോങ്ങും ഗൽവാൻ താഴ്വരയിൽ ചൈന പിന്മാറുന്നു. വാർത്ത വായിച്ചവരെന്ന് കൈ ഉയർത്ത്. മിണ്ടുന്നില്ല. പേപ്പർ വായിക്കുന്നത് സഹോദരൻ മാത്രം കാണുന്നതാണ്. മോനെ ബാക്കിയുള്ളവർക്കും പേപ്പർ മേടിച്ചു കൊടുത്ത് കാശ് വേണമെന്ന് തരാം. ചൈന പിന്മാറുന്നു ഗൽവാൻ താഴ്വരയിൽ നിന്ന്. കുഴപ്പം ഇതാ, കപ്പയുടെ ചവിട്ടി എലി മാന്തുന്ന പോലെ ഫേസ്ബുക്ക് യൂട്യൂബ് മാന്തിക്കൊണ്ടിരിക്കുക. കാര്യം പോയി കിട്ടും. സ്വത്രം. അതുകൊണ്ട് ഇതെല്ലാം കണ്ടോ? അങ്ങനെയെങ്കിൽ അത്തിയാകുന്ന ഇസ്രയേലിന്റെ 400 റഡാർ അഥവാ ഡ്രോൺ ഇവിടെ വരാൻ പോകുന്നു. ചൈനക്കാരൻ മതിലയാടിയാൽ അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിനകത്ത് ഇരിപ്പുണ്ട്. യന്ത്രമനുഷ്യൻ ചൈനക്കാരൻ അടി കൊടുക്കും. ഇസ്രായേൽ സാധനം കൊടുത്തു. അതാ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്കും യേശു പറഞ്ഞ പ്രവചനം. അത്തി തളിർത്തു, കൊമ്പിളതായി. മിണ്ടുന്നില്ല. ഇതാ ബൈബിൾ പ്രവചനം. അടുത്ത വരും മോളെ, നാട്ടുകാർ കേൾക്കട്ടെ. വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യുദ്ധം വരും ഇസ്രായേൽ. അടുത്തത്. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അതാ വരുന്ന അടുത്തത്. അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്ന പുറകെ അവന്. ഒരു സ്ഥലത്ത് ഈ ഇസ്രായേൽ തളിർക്ക് റഫാൽ ഇന്ത്യ വരും. നിങ്ങളുടെ കൈവച്ച് കീക്കി കൂക്കു കോവളം വെള്ളാറി ഇസ്രായേലിന്റെ ടെക്നോളജി. തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പ്ലെയിൻ ഇറങ്ങുന്നത് മുഴുവൻ ഇസ്രായേലിന്റെ റഡാറും വരുന്നത് തിരുവനന്തപുരംകാർ കാണുമ്പോൾ മറു സൈഡിൽ കറ്റന് പമ്പി മണവാട്ടി വരുന്നത് പോലെ ദാ ഇവിടെ നിപ്പോണ്ടെന്ന് അവനടുക്ക വാതിൽക്കൽ. ഇത്രയും പറഞ്ഞാലേ തിരുവനന്തപുരത്തിന് മനസ്സിലാവും. അതാ പറഞ്ഞത്. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും ദൂഷണനാമം നിറഞ്ഞ
പറഞ്ഞ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നു. പൂവാറിൽ നിന്നും കോവളത്തു നിന്ന് ശംഖുമുഖത്തുള്ള ജനത്തിന്റെ ഇടയിൽ നിന്ന് അതിന് 10 കൊമ്പ്, 7 തല, കൊമ്പുകളിൽ 10 രാജമുടി. ആ സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടത് പുള്ളിപ്പുലിക്ക് സദൃശം ഗ്രീസ്, യൂറോപ്യൻ യൂണിയൻ. അതിന്റെ കാൽ കരടിയുടെ കാൽ മേദ്യ പാർസ്യ ഇറാൻ, അതിന്റെ വായ് മഗധിയാം ബാബിലോൺ ഇറാഖ്. ഈ 3 തലങ്ങളിൽ കൂടി ആന്റി ക്രൈസ്റ്റ് എന്നൊരു ഭരണാധികാരി ഉലകത്തിലേക്ക് വരാൻ പോകുന്നു. ഇതിന്റെ പ്രവചനത്തിന്റെ നിവർത്തി അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാലല്ല. We will start the message in 3 points. 3 പോയിന്റിലേക്ക്. അങ്ങനെ ഒരു ഭരണാധികാരി വന്നാൽ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ മാറി, പിണറായി വിജയൻ സാർ വന്നപ്പോൾ എന്തോ ചെയ്തു? പോലീസ് മേധാവിയെ മാറ്റി, ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറലിനെ മാറ്റി, ഗവൺമെന്റ് പ്ലീഡർമാരെ മാറ്റി. ഒരു ഭരണാധികാരി ആദ്യം ലോകത്തിൽ വന്നാൽ he will take the law and order, നിയമത്തെയും അതിൻ്റെ സംഹിതകളെയും കയ്യിലെടുക്കും. law and order. ഇനി എന്താ നിയമം? എന്താ കാർമ്മിക നിയമം? സ്വർഗം ആദ്യം വെച്ച നിയമം. ഉൽപ്പത്തി 1 പ്രപഞ്ചം, ഉൽപ്പത്തി 2 മനുഷ്യൻ, ഉൽപ്പത്തി 3 പാപം. അങ്ങനെയെങ്കിൽ ദൈവം വെച്ച ആദ്യത്തെ നിയമം, ആദ്യം ദൈവം ഒരു പട്ടണത്തെയാണ് ഉണ്ടാക്കിയത്. ടൗൺ സിറ്റി തിരുവനന്തപുരമാണ് കർത്താവ് ഉണ്ടാക്കിയത്. ആദ്യം ദൈവം ഉണ്ടാക്കിയത് ഒരു കുടുംബത്തെയാ. എങ്ങനെ? 6 ഘടകം സ്വർഗത്തിൽ നിന്ന്: സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. 7ാമത്തെ ഘടകം മണ്ണീന്നാണോ മനുഷ്യനെ ഉണ്ടാക്കിയത്? കരമുയർത്ത്. മണ്ണീന്നാണോ? തെറ്റു പറയരുത്. മണ്ണീന്നല്ല മനുഷ്യനെ ഉണ്ടാക്കിയത്. ഈ പെരുങ്കടവിള ആലത്തൂർ എത്ര പേര് കണ്ടിട്ടുണ്ട്? കരമുയർത്താൻ. കര ഉയർന്നില്ലല്ലോ. പെരുങ്കടവിള ആലത്തൂർ നല്ല സ്ഥലം, പാറക്കോറിയുള്ള സ്ഥലം. നിങ്ങൾ ഐസക് ഇവരാരും തിരുവനന്തപുരത്തുള്ള അല്ല, കോട്ടയത്ത് നിന്ന് പ്രത്യേകമായിട്ട് വന്ന ആൾക്കാരാ.